Good morning, students. The proposition 1.6 says that let capital A be a ring and M not equal to 1 generated an ideal of capital A such that every x element of A minus M is a unit in capital A, then A is a local ring and M is its a maximal ideal. അപ്പം എ മൈനസ് എം എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഉദ്ദേശിച്ചത്. എമ്മിൻ്റെ കോംപ്ലിമെൻറ്റിനകത്ത് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ എമ്മിനകത്ത് ആര് മാത്രമായിരിക്കും? നോൺ യൂണിറ്റ്സ് മാത്രമായിരിക്കും. ആൻഡ് എവറി നോൺ യൂണിറ്റ്സ് വിൽ ബി ഇൻ എം. That's the meaning of this sentence, and which implies A is a local ring and M is its a maximal ideal. We have to prove that condition, and we have proved the first part, that is if M contains only non-units then M is a maximal ideal. അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. Then next, to prove A is a local ring we have to prove M is the only one maximal ideal. So for that let M dash be another maximal ideal. Then M dash will be a proper ideal. So M dash not equal to 1 generated. That means the whole ring capital A. So M dash contains only non-units. If M dash contains at least one unit, then M dash will be equal to 1 generated. As M dash is here different from 1 generated, it contains only non-units. But here the maximal ideal M given is an ideal which contains all the non-units. So every element of M dash will be in M, which implies M dash subset or equal to M. As M dash being maximal ideal, there is no proper ideal between M dash and capital A. So M dash subset or equal to M implies M dash should be equal to M. As M is also maximal ideal, we know that it is different from capital A. So this M dash should be equal to M. Therefore, if there is another maximal ideal M dash, it is equal to M means A has only one maximal ideal. Only M is the unique maximal ideal of capital A. So A is a local ring. Now the second condition of that proposition is capital A is a ring and M is a maximal ideal of capital A such that if element for all element 1 plus M is a unit in capital A, then capital A is a local ring. ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടെക്സ്റ്റ് നോക്കി ഒന്നുകൂടി പറയാം. ലെറ്റ് ക്യാപിറ്റൽ എ ബി എ റിംഗ് ആൻഡ് എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ഓഫ് ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് എവറി എലമെൻറ്റ് ഓഫ് 1 പ്ലസ് എം ഈസ് എ യൂണിറ്റ് ഇൻ ക്യാപിറ്റൽ എ. 1 പ്ലസ് എം എന്ന് പറഞ്ഞാൽ അതിലത്തെ എലമെൻറ്റ്സ് എങ്ങനെയുണ്ടാവുക? 1 പ്ലസ് എക്സ് വേർ എക്സ് എലമെൻറ്റ് ഓഫ് എം, ആ രൂപത്തിലുള്ളത്. അതായത് എമ്മിലെ എലമെൻറ്റ്സിനോടൊപ്പം 1 ചേർത്ത രീതിയിലുള്ള എല്ലാ ടൈപ്പ് എലമെൻറ്റ്സും അങ്ങനെയുള്ള എലമെൻറ്റ്സിൻ്റെ കളക്ഷൻ എടുത്തപ്പം അതിനകത്ത് യൂണിറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ സച്ച് ദാറ്റ് എവറി എലമെൻറ്റ് ഓഫ് 1 പ്ലസ് എം ഈസ് എ യൂണിറ്റ്, ദെൻ എ ഈസ് എ ലോക്കൽ റിംഗ് ആൻഡ് ദിസ് എം ഈസ് ദ യുണീക്ക് മാക്സിമൽ ഐഡിയൽ. അപ്പോൾ ഇതുകൂടി നമുക്ക് പ്രൂവ് ചെയ്യാം. സോ ഫോർ ദാറ്റ് 1 പ്ലസ് എമ്മിലെ എല്ലാവരും യൂണിറ്റുകളാണെന്നാണ് തന്നിട്ടുള്ളത്. ഹിയർ എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ആൻഡ് എം നോട്ട് ഈക്വൽ ടു 1 ജനറേറ്റഡ് ആണ്. ആൻഡ് we have to prove A is a local ring. So for that we will use the first part of this proposition. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? അതായത് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എം ഇസ് ദ യുണീക്ക് മാക്സിമൽ ഐഡിയൽ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എ മൈനസ് എമ്മിലെ എല്ലാവരും യൂണിറ്റുകളാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. എ മൈനസ് എമ്മിലെ എല്ലാവരും യൂണിറ്റുകളാണെന്ന്. സോ ഫോർ ദാറ്റ് കൺസിഡർ വൺ എലമെൻറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എ മൈനസ് എം. ദെൻ എമ്മും എക്സും കൂടി രണ്ടും കൂടി ചേർന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 1 ജനറേറ്റഡ്. അതായത് എമ്മിലെ എലമെൻറ്റുകളും എക്സും തമ്മിലുള്ള ലീനിയർ കോമ്പിനേഷൻസ് ടൈപ്പിലുള്ളവരാണ് വരിക. എക്സ് ജനറേറ്റഡിൽ ആരാ വരിക? എക്സ് ഇൻറ്റു എയിലെ എലമെൻറ്റ് എന്നുള്ളവർ, പിന്നെ എമ്മിലുള്ളവർ. അപ്പോൾ അവരുടെ അഡീഷൻ ടൈപ്പിലുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസും ആ രീതിയിലാണ് എം കോമ എക്സ് ജനറേറ്റഡിലെ എലമെൻറ്റ്സ് വരിക. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഹോൾ റിംഗ് ആയി മാറും. സോ there will be at least one element in this mx generated which is equal to 1. അപ്പം ഇതിലത്തെ എലമെൻറ്റ്സ് ഏത് രൂപത്തിൽ? എക്സിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് എമ്മിലെ ഒരു എലമെൻ്റ് രൂപത്തിൽ. സോ there will be lambda x plus y equal to 1 where lambda element of capital A and y element of m. So from this equation lambda x is equal to 1 plus minus y which is an element of 1 plus m because 1 പ്ലസ് ആൻ എലമെൻറ്റ് ഇൻ എം എന്നുള്ള രൂപത്തിലാണ്. വൈ എമ്മിലുണ്ടെങ്കിൽ മൈനസ് വൈയും എമ്മിലുണ്ടാവും എന്നറിയാലോ, ഐഡിയൽ അല്ലേ? അപ്പോൾ 1 പ്ലസ് മൈനസ് വൈ 1 പ്ലസ് എമ്മിലെ എലമെൻ്റ് ആണ്. അപ്പോൾ ഈ ലാംഡ എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എമ്മിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി.
ഇനി നമുക്ക് 1+mനെ കുറിച്ച് തന്നിട്ടുള്ളത് 1+mലെ എല്ലാവരും യൂണിറ്റുകളാണെന്നാണ്. അപ്പോൾ ലാംഡ എക്സ് എന്തായി മാറി? യൂണിറ്റായി മാറി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് യൂണിറ്റ് ആണെന്നാണ്. ഇപ്പോൾ ലാംഡ എക്സ് യൂണിറ്റ് ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ലാംഡ എക്സ് യൂണിറ്റ് ആയതുകൊണ്ട് തീർച്ചയായും ലാംഡ എക്സിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ക്യാപിറ്റൽ എയിലുണ്ടാവും. ലെറ്റ് Z be that multiplicative inverse. That means there exists z element of capital A such that lambda x into z equal to 1. But this can be rewritten as x into lambda z equal to 1. കാരണം കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്, അസോസിയേറ്റിവിറ്റി ഉണ്ട്, കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ മാറ്റി എഴുതാം. x into lambda z equal to 1. This implies x into another element equal to 1 എന്നുള്ള രൂപത്തിൽ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് യൂണിറ്റ് ആണെന്ന് മനസ്സിലായി. എക്സിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ട്, ലാംഡ സെഡ് ആണ് അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ ദിസ് മീൻസ് എക്സ് ഇസ് എ യൂണിറ്റ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? a-mലെ ഒരു എലമെൻറ്റിൽ നിന്ന് തുടങ്ങിയത്, അത് യൂണിറ്റ് ആണെന്ന് കിട്ടി. സോ a-mലെ എല്ലാവരും യൂണിറ്റ് ആണെങ്കിൽ ബൈ പാർട്ട് 1 ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്ത പ്രൊപ്പോസിഷൻ്റെ ഫസ്റ്റ് പാർട്ട് വെച്ചിട്ട് A is a local ring and M is the unique maximal ideal. ഇങ്ങനെ എന്താണ് യൂണീക്ക് മാക്സിമൽ ഐഡിയൽ ഉള്ളവരെ നമ്മൾ ലോക്കൽ റിംഗ് എന്നാണ് പറഞ്ഞത്. ഇനി ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമൽ ഐഡിയൽസേ ഉള്ളൂ എങ്കിൽ അതിനെ സെമി ലോക്കൽ എന്ന് പറയും. ഒരേ ഒരു മാക്സിമൽ ഐഡിയലേ ഉള്ളൂ എങ്കിൽ അതിനെ ലോക്കൽ റിംഗ് എന്ന് പറയും. ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമൽ ഐഡിയലേ ഉള്ളൂ എങ്കിൽ അതിനെ സെമി ലോക്കൽ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഇതിനുള്ള എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾക്ക് എല്ലാ ഫൈനൈറ്റ് റിങ്ങുകളൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇസഡിനുള്ള ഇതൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതെല്ലാം സെമി ലോക്കലാണെന്ന് കിട്ടും. കാരണം റിംഗ് തന്നെ ഫൈനൈറ്റ് ആകുമ്പോൾ പിന്നെ അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമൽ ഐഡിയൽസ് അല്ലേ ഉണ്ടാവുള്ളൂ. Now another example, let A equal to k of x1 x2 etc xn. ഇത് k എന്ന് പറഞ്ഞാൽ ഒരു ഫീൽഡാണ്, x1 x2 etc xn എന്ന് പറയുന്നത് വേരിയബിൾസ്. അപ്പോൾ k of x1 x2 etc xnൽ വരുന്നത് ആരാ? എല്ലാ പോളിനോമിയൽസും x1 x2 etc xn എന്നുള്ള ഈ വേരിയബിൾസിലുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷൻ വിത്ത് കോഎഫിഷ്യൻസ് ഫ്രം ദ ഫീൽഡ് ക്യാപിറ്റൽ k. ആ രീതിയിലാണ് ഇതിലത്തെ എലമെൻസുകൾ വരുന്നത്. ഇത് ഇൻ്റഗ്രൽ ഡൊമൈൻ ആണെന്ന് നമുക്കറിയാം. ഇനി അതിൽ നിന്നും ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ എടുക്കുന്നു. ലെറ്റ് എഫ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഇതിൽ നിന്നും ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ കൺസിഡർ ചെയ്തു. ദെൻ എഫ് ജനറേറ്റഡ് ഈസ് എ പ്രൈം ഐഡിയൽ. ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ എപ്പോഴും ഒരു പ്രൈം ഐഡിയൽ ആയിരിക്കും എന്നാണ് ഇത് എ എന്നുള്ള ഈ റിംഗിൽ പറയുന്നതാണ്. സോ ഇറ്റ് വിൽ ബി എ പ്രൈം ഐഡിയൽ എന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. എഫ് ഇറഡ്യൂസിബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. സോ എഫ് ഈസ് എ നോൺ യൂണിറ്റ്. എഫ് ഇറഡ്യൂസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോളിനോമിയലിനെ ഇറഡ്യൂസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇനി രണ്ട് പ്രോപ്പറായിട്ടുള്ള ഡിഗ്രി പ്രോപ്പറായിട്ട് ഇപ്പോൾ തന്നിട്ടുള്ള പോളിനോമിയൽ ഇപ്പോൾ ഒരു 3rd ഡിഗ്രി ആണെങ്കിൽ അതിനെ 1 ഡിഗ്രി ഇൻറ്റു 2 ഡിഗ്രി എന്നുള്ള രീതിയിൽ ഒരിക്കലും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡെഫിനിഷൻ. അതായത് ഇപ്പോൾ ഒരു n ഡിഗ്രി ഉള്ള പോളിനോമിയലിനെ വിച്ച് കനോട്ട് ബി റിട്ടൺ ആസ് പ്രോഡക്റ്റ് ഓഫ് 2 പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി r ആൻഡ് s വേർ r ആൻഡ് s ആർ സ്ട്രിക്ട്ലി ലെസ് ദാൻ n. ആ രീതിയിലുള്ള രണ്ട് പോളിനോമിയൽസും എഗെയിൻ ഈ k of x1 x2 etc xnലെ തന്നെ പോളിനോമിയൽസും ആവുന്ന രീതിയിൽ ആ രീതിയിൽ ഒരിക്കലും എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയലിൻ്റെ ഡെഫിനിഷൻ. അപ്പം എഫ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ യൂണിറ്റ് ആയിരിക്കും. കാരണം എഫ് ഇൻറ്റു അനദർ പോളിനോമിയൽ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും എഴുതാൻ കഴിയില്ല എന്നതാണ്. അതായത് നമ്മളുടെ ഇവിടുത്തെ നിങ്ങൾ ഫീൽഡ് എഫ് എക്സ് പോളിനോമിയൽസിൻ്റെ ഇൻ്റഗ്രൽ ഡൊമൈൻ പഠിക്കുമ്പോൾ തന്നെ അവിടെ പഠിച്ചിട്ടുണ്ടാവും. അതിലെ നോൺ യൂണിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ആണെന്നുള്ളത്. സോ എഫ് ഈസ് ഇറഡ്യൂസിബിൾ ആൻഡ് സോ എഫ് ഈസ് എ നോൺ യൂണിറ്റ്. ദർഫോർ എഫ് ജനറേറ്റഡ് എന്താവില്ല? ഫുൾ റിങ് ആവില്ല. യൂണിറ്റ് ആയാലോ അല്ലെങ്കിൽ അതിനകത്തൊരു യൂണിറ്റെങ്കിലും വന്നാലേ അത് എ ആയി മാറുള്ളൂ. ആൻഡ് ഹിയർ എ ഈസ് എ UFD. UFD എന്ന് പറഞ്ഞാൽ എന്താ? യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ. ഇത് നമ്മളുടെ ആൾജിബ്ര ടെക്സ്റ്റിൽ സിലബസിൽ ഇല്ലാത്തൊരു പോർഷനാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഈ ഒരു ടെക്സ്റ്റിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് എടുത്ത് നോക്കുക. ആൾജിബ്രയുടെ നിങ്ങൾ പഠിച്ച ടെക്സ്റ്റിൻ്റെ PDF ഒക്കെ കയ്യിലുണ്ടാവുമല്ലോ. അതിൽ യുണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈനും അതുപോലെ പ്രിൻസിപ്പൽ ഇൻ്റഗ്രൽ ഡൊമൈനും പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈനും ഉണ്ട്. PID UFD എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതൊന്നും എടുത്ത് വായിക്കാം. ജസ്റ്റ് ഡെഫിനിഷനും കുറച്ച് എക്സാമ്പിൾസ് മാത്രം അറിയുന്ന രീതിയിൽ നോക്കിയാൽ മതി.
അപ്പോൾ ഇത് യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആയത് അതുപോലെ ഒരു എലമെൻറ്റിനെ ഒരേ രീതിയിൽ മാത്രമേ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇസഡ് എഫ് എക്സ് ഇതൊക്കെ യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈന് എക്സാമ്പിളാണ്. അവിടെ എഫ് ഫീൽഡ് ആവുമ്പോൾ. ഓക്കെ, ഇനി ZN-ലൊക്കെ എക്സ് എടുത്തു കഴിഞ്ഞാൽ യൂണീക്ക് ഫാക്ടറൈസേഷൻ ആവണമെന്നില്ല. കാരണം ഒരു പോളിനോമിയലിനെ തന്നെ നമുക്ക് പല രീതിയിൽ അവിടെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, സോ അതിനെക്കുറിച്ച് നിങ്ങളതൊന്ന് വായിച്ചു വരിക. സോ യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രൈം ഐഡിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകണം കേട്ടോ. എഫ് ജനറേറ്റഡ് പ്രൈം ഐഡിയൽ ആണെന്ന്. പ്രൈം ഐഡിയലിൻ്റെ ഡെഫിനിഷൻ എന്താ? എ ജനറേറ്റഡ്, അതായത് ഒരു ഐഡിയൽ എ എടുത്തു കഴിഞ്ഞാൽ, സ്മോൾ എ എടുത്തു കഴിഞ്ഞാൽ അത് പ്രൈം ഐഡിയൽ ആവണമെങ്കിൽ എക്സ് വൈ എലമെൻറ്റ് ഓഫ് എ ആയാൽ ഐദർ എക്സ് എലമെൻറ്റ് ഓഫ് എ ഓർ വൈ എലമെൻറ്റ് ഓഫ് എ എന്നുള്ളതാണ് പ്രൈം ഐഡിയലിൻ്റെ ഡെഫിനിഷൻ. സോ ഹിയർ നല്ലതായിട്ട് ജി എച്ച് എലമെൻറ്റ് ഓഫ് എഫ് ജനറേറ്റഡ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ജി എച്ച് ഈക്വൽ ടു ലാംഡ എഫ് ആയിരിക്കും, വേർ ലാംഡ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. Suppose G is equal to P1, P2, etc. Pj and H equal to Q1, Q2, etc. Qk. അതായത് യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആയതുകൊണ്ട് അവിടെ ഏത് പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിനൊരു യൂണീക്ക് ഫാക്ടറൈസേഷൻ ഉണ്ടാവും. നമ്മൾ ഇസഡ് എടുത്തു കഴിഞ്ഞാൽ ഏത് നമ്പർ ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും അതിനെ പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് യൂണീക്ക് രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് പറയുന്നില്ലേ, അതേപോലെ തന്നെ പോളിനോമിയൽസിൻ്റെ കേസിലും ഇറഡ്യൂസിബിൾ പോളിനോമിയൽസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. അപ്പം ഇവിടെ പി ഐസും ക്യൂജേസ് എല്ലാം ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് ഇൻ ക്യാപിറ്റൽ എ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലാംഡ എഫ് കിട്ടും. ഇനി യൂണീക്ക് ഫാക്ടറൈസേഷൻ ഡൊമൈൻ ആയതുകൊണ്ട് തന്നെ ഈ ലാംഡ എഫും എന്താണ്, ഇറഡ്യൂസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഏതെങ്കിലും ഒരു പി ഐനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യൂജെനെയോ ഡിവൈഡ് ചെയ്യും, അസോസിയേറ്റ് ആവും എന്നാണ് പറയുന്നത്. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ സം കോൺസ്റ്റന്റ് ഇൻറ്റു ദാറ്റ് വാല്യൂ ദാറ്റ് പോളിനോമിയൽ എന്നുള്ള രീതിയിൽ ആവും. അതായത് നമ്മളിവിടെ പ്രൈംസിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഈ ഇൻറ്റിജേഴ്സിൻ്റെ കേസിൽ പ്രൈംസ് ഏത് ക്യാരക്ടറാണോ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് ഈ പോളിനോമിയൽസിൻ്റെ റിങ്ങിൽ കാണിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടില്ലേ, ഇഫ് പി ഡിവൈഡ്സ് ആർ എസ് വെർ പി ഈസ് എ പ്രൈം ദെൻ പി ഡിവൈഡ്സ് ഐദർ ആർ ഓർ പി ഡിവൈഡ്സ് എസ് എന്ന്. അതേപോലെ തന്നെ ഈ ഒരു റിസൾട്ടൊക്കെ നിങ്ങൾ അവിടെ പഠിച്ചു കാണും. അപ്പോൾ ഓർമ്മയില്ലാത്തവർ ആ ഭാഗം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ലാംഡ എഫ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എഫ് ഇറഡ്യൂസിബിൾ ആണ്, ഇവരെല്ലാം ഇറഡ്യൂസിബിൾസ് ആയതുകൊണ്ട് ഇതിലത്തെ ഏതെങ്കിലും ഒന്നിനെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ പി ഐനെയോ അല്ലെങ്കിൽ ക്യൂജെനെയോ ഡിവൈഡ് ചെയ്താൽ ഒന്നുകിൽ പി ഐസ് എന്ന് പറയുന്നത് ജിയുടെ ഭാഗമാണ്, ഇതെന്ന് പറയുന്നത് എച്ചിൻ്റെ ഭാഗമാണ്. അപ്പോൾ എഫ് ഡിവൈഡ്സ് പി എന്നോ ജി എന്നോ അല്ലെങ്കിൽ എഫ് ഡിവൈഡ്സ് എച്ച് എന്നോ കിട്ടും. അപ്പോൾ എഫ് ഡിവൈഡ്സ് ജി ആയാൽ ജി എന്ന് പറയുന്നത്, അതായത് എഫ് ഡിവൈഡ്സ് ജി കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ, G is a multiple of F. So G will be in F generated. അല്ലെങ്കിൽ H will be in F generated. ഇതിലത്തെ ഏതാണോ സംഭവിക്കുന്നത് അതിനനുസരിച്ച് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, ജി എച്ച് എന്ന് പറയുന്നത് എഫ് ജനറേറ്റഡിൽ വന്നപ്പം ഐദർ ജി ഓർ എച്ച് ഈസ് ഇൻ എഫ് ജനറേറ്റഡ്, വിച്ച് ഇംപ്ലൈസ് എഫ് ജനറേറ്റഡ് ഈസ് എ പ്രൈം ഐഡിയൽ. സോ if f is an irreducible polynomial in k of x1, x2, etc. xn, then f generated is a prime ideal. Okay. So that's the example. In the next example, next we consider Z. Z we know that it is a PID. PID എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ഇൻ്റഗ്രൽ ഡൊമൈൻ, പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആണ്. അപ്പം ഇതിലുള്ള എല്ലാ ഐഡിയൽസും പ്രിൻസിപ്പൽ ഐഡിയൽസ് ആയിരിക്കും. അതാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ്റെ ഡെഫിനിഷൻ. അതായത് പ്രിൻസിപ്പൽ ഐഡിയൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഐഡിയൽ. അതായത് Z എല്ലാവരും ഫ്രം n ജനറേറ്റഡ് എന്നുള്ള ഫോമിലാണല്ലോ, അതാണ് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ. So every PID is a UFD, അത് യൂണിക് ഫാക്ടറൈസേഷൻ ഡൊമൈനുമാണ്. So every ideal of Z is of the form n generated where n greater than or equal to 0. n generated is prime if and only if n equal to 0 or prime number. ഇതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്ന റിസൾട്ട്. n generated പ്രൈം ഐഡിയൽ ആവാനുള്ള കണ്ടീഷനാണ് പറയുന്നത്. n generated എപ്പോഴാണ് പ്രൈം ഐഡിയൽ ആവുക, ഒന്നുകിൽ n equal to 0 ആവണം, അല്ലെങ്കിൽ n എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആവണം. എന്നാൽ മാത്രമാണ് n generated പ്രൈം ഐഡിയൽ ആവുക. അതായത് 6 generated ഇവർ പ്രൈം ഐഡിയൽ ആവില്ല, പക്ഷേ 5 generated പ്രൈം ഐഡിയൽ ആണ്. സിംഗിൾട്ടൺ 0 എന്ന് പറയുന്നത് പ്രൈം ഐഡിയൽ ആണ്. ഓക്കെ, അപ്പം സോ ദാറ്റ്സ് ദ റിസൾട്ട്. ഇനി അത് പ്രൂവ് ചെയ്യാം. സപ്പോസ് n generated ഈസ് പ്രൈം ഐഡിയൽ, ദെൻ n generated നോട്ട് ഈക്വൽ ടു Z. കാരണം പ്രൈം ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഐഡിയൽസ് ആണല്ലോ. സോ n ഈസ് നോൺ യൂണിറ്റ്. n generated നോട്ട് ഈക്വൽ ടു Z, അത് ഹോൾ റിംഗ് ആയില്ലെങ്കിൽ പിന്നെ അത് പ്രോപ്പറായിട്ട് നിൽക്കും. ഇപ്പോൾ പ്രോപ്പറായിട്ട് നിൽക്കുവാണെങ്കിൽ അത് n എന്തായേ പറ്റൂ, നോൺ യൂണിറ്റ് ആയേ പറ്റൂ. കാരണം ഒരു ഐഡിയലിനകത്ത് യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഹോൾ റിംഗ് ആവും എന്നറിയാമല്ലോ. സോ n ഈസ് എ നോൺ യൂണിറ്റ്.
അപ്പോൾ എന്നിന് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇല്ല. സപ്പോസ് n നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ 0 ആണെങ്കിൽ ഓക്കെ, നമ്മൾ പറഞ്ഞ റിസൾട്ടായി. ഇനി 0 അല്ലെങ്കിൽ അത് പ്രൈം നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി.